വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ഓച്ചിറ വയനകം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന 5 കടകൾ കത്തിനശിച്ചു. ഇലക്ട്രിക്കൽ, സിമന്റ് കട, സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനം, സ്വകാര്യ ബാങ്ക്, തുണിക്കട തുടങ്ങിയവയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കരുനാഗപ്പള്ളി, കായംകുളം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, ഓച്ചിറ പോലീസ്, നാട്ടുകാർ എന്നിവർ ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് തീയണച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറം തിരൂരിൽ 2 സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടു. കൂട്ടായി സ്വദേശി യാസർ അറാഫത്തിനെയാണ് വെട്ടിക്കൊന്നത്. സംഘർഷത്തിൽ 2 പേർക്ക് പരുക്കേറ്റു. കോക്ലിയർ ഇംപ്ലാന്റ് തുടർ ചികിത്സയ്ക്ക് വയോധികർക്ക് സർക്കാർ സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. സർക്കാർ സഹായം ലഭ്യമാക്കാത്തതിനാൽ 1000-ഓളം പേരാണ് തുടർ ചികിത്സ മുടങ്ങി ദുരിതത്തിലായിരിക്കുന്നത്. തൊടുപുഴ സ്വദേശി സെയ്ദ് മുഹമ്മദ് രാജ്യത്ത് ആദ്യമായി കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആളാണ്. 25 വർഷമായി യന്ത്രസഹായത്തോടെയാണ് സെയ്ദ് കേൾവിശക്തി നിലനിർത്തുന്നത്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ അമേരിക്കൻ കമ്പനിയിൽ നിന്ന് യന്ത്രം പുതുക്കി വാങ്ങണം. ഇതിന് 5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഇതിനായി ഇതിനകം 15 ലക്ഷം രൂപ ചെലവിട്ടു. സർക്കാരിൽ നിന്ന് ഇതുവരെ ലഭിച്ച സഹായം 60,000 രൂപ. ഇപ്പോൾ ഉപയോഗിക്കുന്ന യന്ത്രത്തിന്റെ കാലാവധി തീരാറായി. സാമ്പത്തിക നില മോശമായതോടെ സർക്കാരിൽ സഹായത്തിന് അപേക്ഷ നൽകി. പക്ഷേ തദ്ദേശ ഭരണ വകുപ്പിൽ നിന്ന് സഹായിക്കാൻ നിവൃത്തിയില്ലെന്നാണ് ഇദ്ദേഹത്തിന് ലഭിച്ച മറുപടി. കേരള ഗവൺമെൻറ് ഇംപ്ലാന്റീസായ കുട്ടികൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ പാർട്സ് മാറാൻ മെയിൻ്റെനൻസ് പണം കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് 50,000 രൂപ വെച്ചാൽ 1 വർഷം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നും പ്രായഭേദമന്യേ എന്ന് വെച്ചാൽ ഏജ്ഡ് പീപ്പിൾ അത് കൊടുക്കണം. കേൾവി യന്ത്രത്തിന്റെ ബാറ്ററി മാറ്റണമെങ്കിൽ തന്നെ 12,000 രൂപ വേണം. കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്തിയ 1000-ഓളം വയോധികരാണ് സംസ്ഥാനത്തുള്ളത്. ചെലവ് താങ്ങാനാകാതെ പലരും തുടർ ചികിത്സ ഉപേക്ഷിച്ചു. സർക്കാരിന്റെ ശ്രുതി തരംഗം പദ്ധതിയിലൂടെ കുട്ടികൾക്ക് തുടർ ചികിത്സയ്ക്ക് പണം നൽകുന്നുണ്ട്. ഇതിനായി ജില്ലാ പഞ്ചായത്തുകളാണ് പണം കണ്ടെത്തുന്നത്. ഈ ഫണ്ടിൽ പണമുണ്ടെന്നിരിക്കെയാണ് വയോധികർക്ക് തുടർ ചികിത്സ അന്യമാകുന്നത്. ന്യൂസ് 18 തൊടുപുഴ. കാസർഗോഡ് മധൂർ ചേനക്കോട്ട് ഭൂമി വീണ്ടുകീറിയത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമെന്ന് നിഗമനം. സ്ഥാനചലനം സംഭവിച്ച് കുന്നിൻമുകളിലെ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. 2 മീറ്ററിലേറെ താഴ്ചയിലാണ് ഭൂമി വീണ്ടുകീറിയത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് കളക്ടറുടെ ഇടപെടൽ. മധൂർ ചേനക്കോട് കുന്നിൻ ചെരുവിലെ കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. മഴ പെയ്താൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പദാർത്ഥ വയലിൽ 2 മീറ്ററിലേറെ താഴ്ചയിൽ ഭൂമി വീണ്ടും മാറിയതും തറനിരപ്പിൽ വ്യത്യാസം വന്നതും കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ ഡി സജിത് ബാബു സ്ഥലം സന്ദർശിച്ചു. അടിയന്തര നടപടിയെന്ന നിലയിൽ കുന്നിന്റെ താഴ്വാരത്തെ കുടുംബത്തെ പുനരധിവസിപ്പിക്കാൻ തീരുമാനമായി. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള വസ്തുത, അതിൻ്റെ അപ്സ്ട്രീമിൽ കുറേ മരങ്ങൾ നശിച്ചു പോയിട്ടുള്ളതും അതുവഴി ഉണ്ടായിട്ടുള്ള അങ്ങനെ മരങ്ങൾ നശിച്ച വഴിയിൽ ഉണ്ടായിട്ടുള്ള സോയിൽ പൈപ്പിംഗ് ആണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ലാൻഡ് സ്ലിപ്പിന് കാരണമാകുന്നതെന്നാണ് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് മനസ്സിലായിട്ടുള്ളത്. തുടർച്ചയായ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിച്ച് മണ്ണ് നീങ്ങിയിരുന്നു. ഉയരമുള്ള ഭാഗത്ത് മീറ്ററുകളുടെ വ്യത്യാസത്തിൽ ഭൂമി പിളർന്ന നിലയിലാണ്. കുന്നിൻ മുകളിൽ വ്യാപകമായി അക്വേഷ്യ പോലെയുള്ള മരങ്ങൾ നട്ടുവളർത്തിയത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിന് ഇടയാക്കുമെന്നാണ് നിഗമനം. ഭൂമിക്കുള്ളിലെ കളിമൺ അംശം ഒഴുകിപ്പോയതാണ് ഭൂമി നിരങ്ങിമാറാൻ കാരണമായതെന്നും ഭൗമശാസ്ത്രജ്ഞർ പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടി കോന്നി കുമ്മണ്ണൂർ നിവാസികൾ. വിളവെടുക്കാൻ പാകമായതെല്ലാം പന്നി ചവിട്ടിമെതിച്ചും തിന്നും നശിപ്പിക്കുകയാണ്. കാട്ടുപന്നികൾ വിളവെടുക്കാൻ പാകമായ ചേന, ചേമ്പ്, വാഴ തുടങ്ങിയവ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഒരാഴ്ചക്കിടെ 2 തവണയാണ് പന്നികൾ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചത്. പന്നിശല്യം രൂക്ഷമായതോടെ വിളവെടുപ്പിന് മുൻപ് തന്നെ ചേനയൊക്കെ കുഴിച്ചു മൂടേണ്ട അവസ്ഥയിലാണ് കർഷകർ. വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർ നേരിടുന്നത്. ഇതുകൊണ്ട് ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന ഒരുപാട് കർഷകർ ഈ നാട്ടിലുണ്ട്. ആ കർഷകരുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ഓരോ കർഷകരും ഈ ദിവസവും എണ്ണിച്ച് നോക്കുമ്പോൾ ചങ്ക് പിളരുന്ന രീതിയിലാണ് ഈ കാട്ടുപന്നി ചെയ്യുന്ന ഉപദ്രവം. മലയോര മേഖലയിൽ നിരവധി പേരാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിനും ഇരയായത്. വനം വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി എടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പന്നിയെ വെടിവെച്ച് കൊല്ലുകയോ കൊല്ലുന്നതിന് അനുമതി നൽകുകയോ വേണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കോന്നി. ശക്തമായ മഴയിൽ കുളം കവിഞ്ഞൊഴുകി വിദ്യാർത്ഥി കർഷകന്റെ ആയിരക്കണക്കിന് മീനുകൾ ഒഴുകിപ്പോയി. ബിരുദ വിദ്യാർത്ഥിയായ രാജാക്കാട് താനിക്കൽ ടിജോ ലോക്ക്ഡൌൺ കാലത്ത് ആരംഭിച്ച കൃഷിയാണ് മഴവെള്ളത്തിൽ ഒഴുകിപ്പോയത്.
BSc ബോട്ടണി വിദ്യാർത്ഥിയായ ടിജോ ലോക്ക്ഡൌൺ ആയതോടെയാണ് സമ്മിശ്ര കൃഷി ആരംഭിച്ചത്. അച്ഛൻ ടൈറ്റസിന്റെ സഹായത്തോടെയായിരുന്നു കൃഷി. പാടത്ത് കുളം നിർമ്മിച്ച് മീൻ കൃഷി തുടങ്ങി. 10,000-കണക്കിന് രൂപ മുടക്കിയാണ് കുളത്തിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. 2 മാസം കഴിഞ്ഞാൽ ആദ്യഘട്ട വിളവെടുപ്പ് നടത്താമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ കുളങ്ങൾ കരകവിഞ്ഞ മീനുകൾ തോട്ടിലേക്ക് ഒഴുകിപ്പോയി. വരുമാനം ഉണ്ടാക്കാൻ എന്ന് കരുതിയാണ് തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾക്കിപ്പം ഏകദേശം നല്ലൊരു തുക നഷ്ടം വന്നിട്ടുണ്ട്. വിളവെടുക്കുമ്പോൾ തിരികെ നൽകാമെന്ന വ്യവസ്ഥയിൽ കടം വാങ്ങിയാണ് ടിജോ മത്സ്യകൃഷി ആരംഭിച്ചത്. എന്നാൽ ഈ കുട്ടി കർഷകന്റെ പ്രയത്നവും പ്രതീക്ഷകളുമെല്ലാം മഴയെടുത്തു. കാർഷിക വിളനാശത്തിനുള്ള സഹായം ലഭ്യമാക്കണമെന്നാണ് ഈ കർഷക കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 രാജാക്കാട്. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന കോഴിക്കോട് വിലങ്ങാട് അടുപ്പിൽ നിവാസികൾക്ക് പുതിയ താമസ സ്ഥലം ഒരുങ്ങുന്നു. കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. വീടിന് പുറമെ കമ്മ്യൂണിറ്റി സെന്റർ, കളിസ്ഥലം തുടങ്ങിയവ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ വാണിമേൽ പഞ്ചായത്ത് തയ്യാറാക്കി. വിലങ്ങാട് അടുപ്പിൽ കോളനിയിലെ 62 കുടുംബങ്ങൾക്കും വാണിമേൽ പുഴയോരത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന 2 കുടുംബങ്ങൾക്കുമാണ് താമസിക്കാൻ പുതിയ സ്ഥലം ഏറ്റെടുക്കുന്നത്. 10 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുക. ഇതിനുള്ള നടപടി തുടങ്ങി. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലത്താണ് അടുപ്പിൽ കോളനി നിവാസികൾ കഴിയുന്നത്. കഴിഞ്ഞ വർഷമുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു വീട് തകർന്നിരുന്നു. തുടർന്നാണ് ഇവരെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റാൻ തീരുമാനമായത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് അനുയോജ്യമെന്ന് കണ്ടെത്തി. 64 കുടുംബങ്ങളും പുതിയ സ്ഥലം സന്ദർശിച്ച് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഈ പാതയിൽ തന്നെ അവർക്ക് എല്ലാ സൗകര്യത്തോടു കൂടി വൈദ്യുതി, വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഭൂമി കിട്ടണം എന്നൊരു ആഗ്രഹമായിരുന്നു ആ കുടുംബങ്ങൾക്കും. വീടിന് പുറമെ കമ്മ്യൂണിറ്റി സെന്റർ, കളിസ്ഥലം ഉൾപ്പെടെയുള്ളവ ഒരുക്കും. ഇതിന്റെ മാസ്റ്റർ പ്ലാൻ പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 നാദാപുരം. ചാലിയാറിന്റെ തീരത്ത് വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം. വിരിപാടം, ഊർക്കടവ്, കോടിയമ്മൽ, മുണ്ടുമുഴി ഭാഗം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നാൽ വെള്ളത്തിനടിയിലാകുന്ന പ്രദേശങ്ങളാണ് വിരിപാടം, ഊർക്കടവ്, കോടിയമ്മൽ, മുണ്ടുമുഴി മേഖല. ഇവിടങ്ങളിൽ കരിങ്കൽ ഭിത്തി കെട്ടി തടയണ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇതിന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു പരിഹാരമില്ല. ഞങ്ങൾ ഇപ്പോഴും വന്ന് പറഞ്ഞപ്പോഴും അത് ഇപ്പോൾ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാണ്. അവർ ഇറിഗേഷൻ ഓഫീസിന്റെ സ്ഥലത്ത് ബാക്കിൽ തന്നെ ഒരുപാട് വലിയൊരു കുയ്യായിരുന്നു. അത് അവർ വന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചെയ്യാന്ന് പറയാന്നല്ലാതെ ഇതുവരെ ഒരു പരിഹാരം ഇത്രയും കാലത്തിന് ശേഷം നടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും MLAക്കും പരാതി നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. വെള്ളക്കെട്ട് മൂലം കൃഷിയടക്കം പ്രതിസന്ധിയിലാണ്. ഊർക്കടവ് പാലത്തോട് ചേർന്ന് 100 മീറ്റർ അടുത്താണ് സംരക്ഷണ ഭിത്തി കെട്ടേണ്ടത്. ഇവിടെ സംരക്ഷണ ഭിത്തി ഒരുക്കിയാൽ 4 വാർഡുകളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് തടയാനാകും. ന്യൂസ് 18 വാഴക്കാട്. പെട്ടിമുടി ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായ ഹേമലതയും ഗോപികയും തിരികെ തലസ്ഥാനത്തെത്തി. നന്നായി പഠിച്ച് സർക്കാർ ജോലി നേടണമെന്ന അച്ഛന്റെ സ്വപ്നം നിറവേറ്റണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. പിന്തുണയുമായി അധ്യാപകർ ഒപ്പമുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ പെട്ടിമുടി ദുരന്തം. അച്ഛൻ ഗണേശനും അമ്മ തങ്കമ്മയും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും നഷ്ടപ്പെട്ട സഹോദരിമാർ. കണ്ണീരോടെ മാത്രമേ ഇവർക്ക് ദുരന്തം ഓർക്കാൻ കഴിയൂ. ഞങ്ങളുടെ ഓർമ്മകൾ എല്ലാം അവിടെ തകർന്നു പോയായിരുന്നു. അച്ഛനമ്മ, ബന്ധുക്കൾ, കൊച്ചനിയത്തിമാർ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ അച്ഛനാണ് വന്ന് ആക്കി തരുന്നത്. ഇപ്പോൾ വരുമ്പോൾ അച്ഛനില്ലായിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ അമ്മയാണ് എല്ലാം പറഞ്ഞിട്ട് പോണത്. ഇപ്പം അമ്മ ഇല്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ അനിയനും കുഞ്ഞമ്മവരൊക്കെ ഉണ്ട്. അച്ഛൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ ഈ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അനിയനുണ്ട്. അങ്ങനെ കുറേ ഇപ്പോൾ ബന്ധുക്കളുണ്ട്. അവർ നോക്കും, അവരുടെ കൂടെ ഉണ്ടായിരിക്കും, പഠിക്കും. അച്ഛനമ്മയുടെ ആഗ്രഹം നിറവേറ്റും. ദുരന്തം വിതച്ച ആഘാതത്തിൽ നിന്ന് ഇവർ കരകയറുകയാണ്. വീണ്ടും പഠിക്കണം. മൊബൈൽ റേഞ്ചില്ലാത്ത പെട്ടിമുടിയിൽ നിന്നാൽ പഠിക്കാനാകില്ല. അതിനാലാണ് വീണ്ടും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. അച്ഛൻ്റെ ആഗ്രഹം പോലെ വനം വകുപ്പിൽ ജോലി നേടണം. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നത് അച്ഛന് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് കയറണം. അത് ഫോറസ്റ്റ് ആയിരുന്ന കൊള്ളാമായിരുന്നു. പിന്നെ മെഡിക്കൽ, ഇത് രണ്ടാണ് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ മെഡിക്കലിന് വേണ്ടി ഞാൻ ഇപ്പോൾ നീറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ BSc ബോട്ടണി എടുത്ത് പഠിച്ചിട്ട് അതിൽ ഫോറസ്റ്റ് അതിൽ കയറണം. അച്ഛൻ ഫോറസ്റ്റിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അച്ഛന് മുകളിൽ എന്തെങ്കിലും ഒരു ഉദ്യോഗത്തിലിരിക്കുന്നത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. പോയോ ഫോറസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലായിരിക്കും. +2 കഴിഞ്ഞ ഹേമലത യൂണിവേഴ്സിറ്റി കോളേജിൽ BScക്ക് പ്രവേശനം നേടിയിട്ടുണ്ട്.
ഗോപിക പട്ടം ഗേൾസ് സ്കൂളിൽ +2 പഠിക്കുകയാണ്. എല്ലാ പിന്തുണയുമായി പട്ടം ഗേൾസിലെ അധ്യാപകരും ഒപ്പമുണ്ട്. അച്ഛൻ ഗണേശന്റെ സഹോദരിയുടെ മകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സായ ലേഖയോടൊപ്പമാണ് താമസം. പഠനാവശ്യത്തിനായി തിരുവനന്തപുരത്തായതുകൊണ്ടാണ് ദുരന്തത്തിൽ നിന്ന് ഇരുവരും രക്ഷപ്പെട്ടത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വീട്ടുമുറ്റത്തെത്തുന്ന പോസ്റ്റ്മാനെ കാത്തിരിക്കുന്ന കാലമൊക്കെ പോയി കഴിഞ്ഞു. ഇൻലൻഡിലും പോസ്റ്റ് കാർഡിലുമൊക്കെ വിവരങ്ങൾ കൈമാറിയിരുന്ന കാലം ഓർത്തെടുക്കുകയാണ് മുൻ തഹസിൽദാറും എഴുത്തുകാരനുമായ പത്തിയൂർ ശ്രീകുമാർ. വിലാസിനി എന്ന MK മേനോന്റെ അവകാശികൾ വായിച്ച ആവേശത്തിലാണ് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ വീട് തേടിപ്പോയത്. തൃശൂരിൽ പോയി അദ്ദേഹത്തെ കണ്ട് കലയും സാഹിത്യവും സംസാരിച്ചു. പിന്നെ കത്തിലൂടെയായി ആശയവിനിമയം. ഓരോ കത്തിനും തൊട്ടടുത്ത ദിവസം തന്നെ മറുപടി പോസ്റ്റ് ചെയ്യുന്ന ശീലമുള്ളയാളായിരുന്നു വിലാസിനി. അതിനാൽ കത്തിടപാടുകൾ ഏറെക്കാലം തുടർന്നു. ഏകദേശം ഒരു മാസം എടുത്തു 4 ഭാഗം കൂടി വായിച്ചു തീരാൻ. ആ വായിച്ചതിൻ്റെ ലഹരിയിൽ വിലാസിനിയെ കാണണമെന്നായി. അദ്ദേഹം അന്ന് തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ വിലാസത്തിൽ, അദ്ദേഹം എവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ശ്രീകോവിൽ എന്നാണ്. അങ്ങനെ തൃശ്ശൂരുള്ള അദ്ദേഹത്തിൻ്റെ വിലാസത്തിൽ കത്തെഴുതുകയും അദ്ദേഹം എന്നെയും മാത്യുവിനെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ കത്തിടപാട് തുടങ്ങുന്നതും. ഏതാണ്ട് 1990 വരെ, ഏതാണ്ട് 5 വർഷക്കാലം അദ്ദേഹവുമായി ഞങ്ങൾ കത്തിടപാട് നടത്തി. കേരള സാഹിത്യ അക്കാദമിയിലെ അപ്പൻ തമ്പുരാൻ സ്മാരകത്തിൽ സൂക്ഷിച്ചത് ശ്രീകുമാറിന് വിലാസിനി അയച്ച കത്താണ്. സാഹിത്യവും വിമർശനങ്ങളും നിറഞ്ഞതായിരുന്നു കത്തുകൾ. കത്തുകൾ ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ് അദ്ദേഹം. ന്യൂസ് 18, കായംകുളം. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാകും ശക്തമായ മഴ ലഭിക്കുക. ഈ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. അണക്കെട്ട് പൂർത്തിയാകുന്നതോടെ കാന്തല്ലൂർ പഞ്ചായത്തിലെ കുടിവെള്ള ജലസേചന പ്രതിസന്ധിക്ക് പരിഹാരമാകും. 6 വർഷം മുൻപാണ് ഡാം നിർമ്മാണം തുടങ്ങിയത്. കാർഷിക ഗ്രാമമായ കാന്തല്ലൂരിൽ കുടിവെള്ളത്തിനും കാർഷിക ജലസേചനത്തിനും വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇതേ തുടർന്നാണ് പട്ടിശ്ശേരിയിലുണ്ടായിരുന്ന ചെറിയ തടയണ പൊളിച്ച് ഡാം നിർമ്മിക്കുന്നത്. 2014 24 കോടി രൂപ വകയിരുത്തിയാണ് പദ്ധതി തുടങ്ങിയത്. നിർമ്മാണം തുടങ്ങിയ ശേഷം എസ്റ്റിമേറ്റ് പുതുക്കി. ഇതോടെ നിർമ്മാണ ചെലവ് 46.8 കോടിയായി. മന്നവൻ ചോലയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തി സംഭരിക്കുകയാണ് ചെയ്യുക. അണക്കെട്ട് വരുന്നതിനെ നാട്ടുകാർ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. നെൽകൃഷിയെ പുനരുദ്ധാരണം ചെയ്യാനും നല്ല ഒരു പദ്ധതിയാണ് പട്ടിശ്ശേരി ഡാം. പിന്നെ കാന്തല്ലൂരുടെ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, പിന്നെ ടൂറിസം, ഇതിനൊക്കെ വന്നിട്ട് അവിടെ ഒരു ബോട്ട് സെന്റർ ഉണ്ടായി. ബോട്ട് സെന്ററൊക്കെ വിട്ട ആൾക്കാർ, അപ്പോൾ എല്ലാ സ്ഥലത്തിലുള്ള ആൾക്കാരും ഇവിടെ എത്താനും ഇവിടെ ഉള്ള ആദിവാസി ജനങ്ങൾക്ക്, SC STകൾക്കും തൊഴിൽ സാധ്യത ഉള്ള ഒരു പ്രദേശമായിട്ട് മാറും. ഡാം പൂർത്തിയാകുന്നതോടെ കാന്തല്ലൂർ, കീഴാന്തൂർ, ആടിവയൽ, മാശി, വെട്ടുകാട്, പയസ്നഗർ, ചുരക്കുളം എന്നിവിടങ്ങളിലെ 1000 ഹെക്ടറിലധികം വരുന്ന കൃഷിക്ക് ജലസേചന സൗകര്യവും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരവുമാകും. ന്യൂസ് 18, കാന്തല്ലൂർ. ഇടുക്കി ജില്ലയിലെ ആദ്യ വയോജന ക്ലബ്ബ് നെടുങ്കണ്ടത്ത് തുറന്നു. വയോജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുകയാണ് ക്ലബിന്റെ ലക്ഷ്യം. വയോജനങ്ങൾക്കായി പകൽ വീട് ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങൾ നിലവിലുണ്ടെങ്കിലും കായികവും മാനസികവുമായ ഉല്ലാസത്തിന് ഉതകുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ടൗണിനോട് ചേർന്ന് വയോജന ക്ലബ്ബ് പൂർത്തിയാക്കിയത്. 2 നിലകളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ക്ലബ്ബിൽ വിവിധ കായിക വിനോദങ്ങൾക്കും ലൈബ്രറി, വിശ്രമമുറി, ശുചിമുറികൾ, TV ഹാൾ, വായനാമുറി എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ചെസ്, ക്യാരംസ്, ബാഡ്മിന്റൺ, വോളിബോൾ കോർട്ടുകളും ജിംനേഷ്യവും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കും. ക്ലബിന് സമീപം വിശ്രമ പാർക്കും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിൽ 10ഓളം ക്ലബ്ബുകൾ ആരംഭിക്കുവാനും പദ്ധതിയുണ്ട്. ഈ പ്രദേശത്തെ ഇത്തരം ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ വന്ന് അവരുടെ മാനസിക ഉല്ലാസത്തിനും അവർക്ക് എൻജോയ് ചെയ്യുന്നതിന്, TV കാണുന്നതിന്, അതുപോലെ തന്നെ പത്രങ്ങൾ വായിക്കുന്നതിന് ഒക്കെയുള്ള സൗകര്യങ്ങൾ ആണ് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെടുത്തി നമ്മൾ രൂപീകരിക്കുകയും അതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുകയാണ്. 25 ലക്ഷം ചിലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും വയോജനങ്ങളെ പ്രവേശിപ്പിക്കുക. ക്ലബിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റെജി പനച്ചിക്കൽ അധ്യക്ഷനായിരുന്നു. ന്യൂസ് 18, നെടുങ്കണ്ടം.
ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്കും. ഇടുക്കി ചിന്നക്കനാലിൽ വ്യാജ പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയ ഭൂമിയുടെ തണ്ടപ്പർ അവകാശം റവന്യൂ വകുപ്പ് റദ്ദ് ചെയ്തു. ചിന്നക്കനാലിൽ കാൽപ്സോ ക്യാമ്പ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വ്യാജരേഖ നിർമ്മിച്ച് പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയത്. സർവേ ഉദ്യോഗസ്ഥരടക്കം ഭൂമി കൈവശപ്പെടുത്താൻ ഒത്താശ ചെയ്തതായും കണ്ടെത്തി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയാണ് റവന്യൂ വകുപ്പ് കൈക്കൊള്ളുന്നത്. വെള്ളൂക്കുന്നൽ ജിമ്മീസ് കറിയ വ്യാജ പട്ടയം ചമച്ചു കൈവശപ്പെടുത്തിയ സർക്കാർ ഭൂമിയുടെ തണ്ടപ്പർ അവകാശമാണ് ദേവികുളം RDO റദ്ദ് ചെയ്തത്. തിങ്കളാഴ്ച ഭൂമി ഏറ്റെടുക്കുമെന്നാണ് സൂചന. സർവേ നമ്പർ 20/1 1.59 ഹെക്ടർ, സർവേ നമ്പർ 509 0.49 ഹെക്ടർ, 34/1 1.57 ഹെക്ടർ അടക്കം 3.65 ഹെക്ടർ സ്ഥലമാണ് അനധികൃതമായി കൈവശപ്പെടുത്തിയത്. പ്രത്യേക സർവേ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പട്ടയം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് റവന്യൂ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഭൂമിയും നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിക്കുന്നതിനും ഉടുമ്പൻചോല തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത താലൂക്ക് സർവേയർ MS അനൂപിനെതിരെ അന്വേഷണം നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. പ്രത്യേക നിർദ്ദേശമോ ഉത്തരവുകളോ ഇല്ലാതെയാണ് കയ്യേറ്റ ഭൂമിയുടെ സ്കെച്ച് തയ്യാറാക്കി നൽകിയതെന്ന് കണ്ടെത്തിയിട്ടുള്ളതായും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. മാസങ്ങൾക്ക് മുൻപ് വരെ കാടുമൂടി തരിശായി കിടന്ന കുന്നിൻ മുകളിൽ കൃഷി ഇറക്കി വിജയം നേടിയിരിക്കുകയാണ് മുക്കത്തെ യുവ കർഷകൻ. അബ്ദുസലാം എന്ന കർഷകനാണ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ചത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കൊട്ടക്കയം. ഇവിടെ കാർഷിക വിപ്ലവം തീർത്തിരിക്കുകയാണ് കർഷകനായ അബ്ദുസലാം. മാസങ്ങൾക്ക് മുൻപ് വരെ തരിശുഭൂമിയായിരുന്നു ഇവിടം. കഠിനാധ്വാനത്തിലൂടെ കൃഷിയോഗ്യമാക്കി. കയ്പയും മത്തനും കക്കരിയും കുമ്പളവുമെല്ലാം നൂറുമേനി വിളഞ്ഞു നിൽക്കുകയാണ്. 3.5 ഏക്കറിലാണ് കൃഷി. ഇവിടെ കക്കിരി, കിയാറ്, സ്നോവൈറ്റ്, പിന്നെ മത്തന്, ചെരങ്ങ, കുമ്പളം, കയ്പ, പിന്നെ വെണ്ട, അങ്ങനത്തെ ഐറ്റംസൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റംസും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3.5 ഏക്കറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷി ലാഭകരം തന്നെയാണ്. നമ്മളെ ഉദ്ദേശിച്ചിടത്തോളം നമ്മൾ വിചാരിച്ച വിളവ് ഉണ്ടായി കിട്ടുന്നുണ്ടെങ്കിൽ, കാലാവസ്ഥക്കനുസരിച്ച് വിളവുണ്ടെങ്കിൽ നമുക്ക് ലാഭം തന്നെയാണ് വരും. നേരത്തെ 2.5 ഏക്കർ തരിശു നിലത്ത് പച്ചക്കറി കൃഷി ഇറക്കിയിരുന്നു. സഹായവുമായി തൊഴിലുറപ്പ് തൊഴിലാളികളും ഒപ്പമുണ്ടായിരുന്നു. മികച്ച അധ്വാനവും താല്പര്യവുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും കൃഷിയിൽ ലാഭം സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് അബ്ദുസലാം. ന്യൂസ് 18 മുക്കം. 20 വർഷമായി തരിച്ചു കിടന്ന ഭൂമിയിൽ പൊന്നു വിളയിച്ച് കർഷക കൂട്ടായ്മ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൂട്ടായ്മ നെല്ല് കൃഷി ചെയ്തത്. ഉടമകൾ മണ്ണിട്ട് നികത്താനിരുന്ന 5.5 ഏക്കറിലാണ് തൃശൂർ പേരാമംഗലത്തെ കർഷക കൂട്ടായ്മ കൃഷി ഇറക്കിയത്. ആദ്യം ഭൂമി പാട്ടത്തിനെടുത്ത് കാടുവെട്ടി, പിന്നീട് മണ്ണുമാന്തി കൊണ്ട് കൃഷിയിടം ഒരുക്കി. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് മനുരത്ന എന്ന നെൽവിത്ത് വാങ്ങി വിതച്ചു. മഴ പ്രതീക്ഷിച്ചതുപോലെ ആയില്ലെങ്കിലും 100 മേനി കൊയ്തു. പ്രവാസി, ഡ്രൈവർ, റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ, വ്യാപാരി തുടങ്ങി സാധാരണക്കാരായ 6 പേരാണ് കൂട്ടായ്മയിൽ. സമൃദ്ധി കാർഷിക സമിതി പേരാമംഗലം എന്ന ഒരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ സുഭിക്ഷ കേരളം പദ്ധതി രജിസ്റ്റർ ചെയ്ത് ഇവിടെ കൃഷി ഇറക്കുകയുണ്ടായി. അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഏറ്റവും ആവേശകരമായ അനുഭവം എന്താണെങ്കിൽ കാർഷിക സർവകലാശാലയിലെ സീഡ് കേന്ദ്രത്തിലേക്ക്, വിത്ത് ഉൽപാദക കേന്ദ്രത്തിലേക്കാണ് ഈ നെല്ല് ഇവിടുത്തെ കർഷക വിദഗ്ധരെ, ശാസ്ത്രജ്ഞരെ പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു കൃഷി. ന്യൂസ് 18 തൃശൂർ. ലക്ഷ്യബോധമുണ്ടെങ്കിൽ ജീവിത വിജയം കൈവരിക്കാമെന്ന് തെളിയിക്കുകയാണ് ഇടുക്കി മരിയപുരത്തെ വീട്ടമ്മയായ സിന്ധു ചാക്കോ. മത്സ്യകൃഷി, ആടുവളർത്തൽ, കാലി വളർത്തൽ എന്നിവയ്ക്ക് പുറമെ കാടകൃഷി, മുട്ടക്കോഴി, മുയൽ എന്നിവയെ വളർത്തി വരുമാനം കണ്ടെത്തുകയാണ് ഈ വീട്ടമ്മ. ജീവിത പ്രാരാബ്ധം മറികടക്കാനാണ് സിന്ധു ചാക്കോ എന്ന വീട്ടമ്മ പുതിയ മാർഗങ്ങൾ ആലോചിച്ചത്. ക്ഷീരോത്പാദക സംഘത്തിൽ പാലളക്കുന്ന ചെറിയ ജോലി ഉണ്ടായിരുന്നെങ്കിലും ജീവിതഭാരം ഏറിയതോടെ ഈ വരുമാനം എങ്ങുമെത്താതായി.
സുഹൃത്തുക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് ആദ്യം ഒരു പശുവിനെ വാങ്ങി, പിന്നീട് ആടുകളും മുയലും കോഴിയും വളർത്തി തുടങ്ങി. 5 വർഷം മുമ്പാണ് കാട വളർത്തൽ തുടങ്ങിയത്. തുടക്കത്തിൽ 500 കാടകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1200 ശരാശരി ഒരു മാസം 30,000-ഓളം രൂപ കാടയിൽ നിന്ന് വരുമാനം ലഭിക്കും. കൃഷി വകുപ്പിൽ നമുക്ക് ഇതിനായിട്ടും സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സുഭിക്ഷ കേരളം പദ്ധതിപ്പെടുത്തി മീൻ കൃഷിക്ക് കൊടുത്തിട്ടുണ്ട്. പട്ടയം വെച്ചിട്ട് ലോൺ എടുത്താണ് മീൻ കൃഷിയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. മലബാറി ഇനത്തിൽപ്പെട്ടവയാണ് ആടുകൾ. വൈറ്റ് ജെയിൻ, ഗ്രേ ജെയിൻ, സോവിയറ്റ് ചിഞ്ചില എന്നിങ്ങനെ പ്രത്യേകതരം മുയലുകളും ഉണ്ട്. മുറ്റത്തും പരിസരത്തുമായി 5 കൃത്രിമ കുളങ്ങളിലാണ് മത്സ്യകൃഷി. ഗിഫ്റ്റ് തിലോപ്പിയ, ചിത്രലാട എന്നിവയാണ് മത്സ്യകൃഷിയിലെ ഇനങ്ങൾ. ഇങ്ങനെ കഠിനാധ്വാനത്തിലൂടെ ജീവിതം കരുപ്പിടിപ്പിക്കുകയാണ് ഈ വീട്ടമ്മ. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം.